ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവനും രാവണി മേനോൻ്റെ മകനും അവരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്താണ്. കമല വന്ന് വാതിൽ തുറക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും മുഖം വല്ലാതെ ഇരിക്കുന്നത്, ആകെ വിഷമം പോലെയുള്ള പോയ കാര്യം എന്തായി, വല്ലതും നടന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നീ പോയിട്ട് കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, തണുത്ത തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ കമലയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് വെള്ളം എടുക്കാൻ പോകുന്നില്ല കേട്ടോ. ശിവേട്ടാ എന്താണെന്നൊന്നും എന്നോട് തുറന്ന് പറയും, എന്നിട്ട് വെള്ളം എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നല്ല ബാലേന്ദ്രൻ, മാത്രമല്ല അലീന നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല എന്ന് പറയുന്നത്. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെ, ആ ബാലേന്ദ്രൻ നമ്മളൊക്കെ ഇതുവരെ പറ്റിക്കായിരുന്നു കമലയും പറയാണ് കേട്ടോ. അപ്പം പറ്റിക്കണം, എങ്ങനെ പറ്റിക്കുന്നു? അതെ പറ്റിക്കുക തന്നെയായിരുന്നു. അവൻ്റെ മകളാണ് അലീന. മകളോ എന്ന് ചോദിക്കുകയാണ് കമല. അതെ, അവനെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന നാളിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മകളാണെന്ന് അലീന. അപ്പോൾ അപ്പോൾ എങ്ങനെ ഇപ്പോൾ അലീനനെ കിട്ടിയെന്ന് കമല ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, കഴക്കൂട്ടത്തുള്ള അനാഥാലയത്തിലാണ് ആ കൊച്ചിനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ബ്രിജിത്താമ്മ ആ കുട്ടി വളർന്ന് ബാധ്യതയായപ്പോൾ അച്ഛനെ വന്ന് കണ്ടു, മകളുടെ ജീവിതം നശിപ്പിക്കും, അപ്പോൾ കൊച്ചിനെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ്റെ പ്ലാനിങ്ങിലാണ് ഈ നാടകങ്ങളെല്ലാതും നടന്നത്. ഈ വീട്ടിൽ അനിയൻ എത്തുന്ന വരെയുള്ള എല്ലാ പ്ലാനിങ്ങും ബാലേന്ദ്രൻ നടത്തിയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത്രയും നാൾ എവിടെയായിരുന്നു ഒളിപ്പിച്ച് വെച്ചിരുന്നാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടയ്ക്കാമരൊന്നും അല്ലല്ലോ ഒളിപ്പിച്ച് വെക്കാനായിട്ട്, പെൺകുട്ടിയല്ലേ. അപ്പോൾ അതെന്തായാലും അറിഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മനുവിനെ വിളിക്കുകയാണ് കേട്ടോ കമല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇതൊക്കെ വൈജയന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പൊട്ടിച്ചാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനുവിന് വിളിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയും ചോദിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ നിനക്കെന്ന് ചോദിക്കും. അമ്മ പറഞ്ഞോ, കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെ. നീ എവിടെ വെച്ചാൽ ഇന്നെ ആദ്യമായിട്ട് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴക്കൂട്ടത്ത് സ്നേഹനികേതനത്തിൽ, അന്ന് നിൻ്റെ മുത്തച്ഛൻ കണ്ട അന്ന് തന്നെയാണോ നീയും കണ്ടത്? അതെ. മുത്തച്ഛനോളം ആദ്യമായിട്ടാണോ കണ്ടത്? അതെ അമ്മേ, മുത്തച്ഛനും വന്ന് ആദ്യമായിട്ട് കണ്ടത്. എന്താ ഇപ്പോൾ സംഭവം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടാ, ആ ബാലേന്ദ്രൻ നമ്മളെല്ലാവരും പറ്റിക്കായിരുന്നു എന്ന് പറയും. പറ്റിക്കണോ? അതെ, ആ ബാലേന്ദ്രൻ്റെ മകളാണ് അലീന. അമ്മ എന്തൊക്കെ പറയുന്നത് ചോദിക്കട്ടോ. എടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇന്ന് ബാലേന്ദ്രൻ എല്ലാവരുടെ മുന്നിലും ആ സത്യം വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ മനു ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അമ്മ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ആടാ, സത്യമാണ് ഞാൻ പറഞ്ഞത്. നീ വലിയ പുണ്യാളനായിട്ട് കരുതുന്ന ആളല്ലേ ബാലേന്ദ്രൻ, നീ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയട്ടെ. അപ്പോൾ അയാളെ ഇത്രയും നാൾ വൈജയന്തിനെ പറ്റിക്കായിരുന്നു. വൈജയനെ കല്യാണം കഴിച്ചെങ്കിലൂടെ അയാൾക്ക് ആദ്യം ഒരു മകളുണ്ടായിരുന്നു. ആ മകളാളല്ല ഈ വീട്ടിലേക്ക് അലീന വന്നതൊക്കെ ബാലേന്ദ്രൻ പ്ലാനിങ് ആണ് എന്ന് പറയട്ടോ. നീ വേണമെങ്കിൽ ഒന്ന് ചെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കും, ഇപ്പം തന്നെ പോയി ചോദിക്കുന്നു കേട്ടോ. മനു വേഗം തന്നെ വീട്ടിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ ബബി ചോദിക്കുന്നുണ്ട്, എന്താ മനേട്ടാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അലീന എവിടെയും ചോദിക്കും കേട്ടോ. അപ്പോൾ അലീനയാണോ കാണേണ്ടത്? അലീനയും കാണണം, ആൻറ്റീനെയും കാണണം, അങ്കിളിനെയും കാണണം എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ മനു എന്ന് ചോദിച്ചിട്ട് വൈജ വരികയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അലീനെ ഒന്ന് കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ നീയൊക്കെ അലീനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയും കേട്ടോ. എനിക്ക് എല്ലാവരെയും കാണാം, ഇപ്പം തൽക്കാലം ഞാൻ അലീനൊന്ന് കാണട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അലീനയോട് പറയുകയാണ്, എനിക്ക് കോൺഫിഡൻഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ അലീനയോട് ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, മനുവേട്ടൻ എന്തിനാ അനുവാദമൊക്കെ ചോദിക്കുന്നത്? മനുവേട്ടൻ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ വീട്ടുകാരും അങ്കിളും കൂടിയിട്ട് കണ്ടുമുട്ടി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അലീന പറയുകയാണ് കേട്ടോ. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ, പരസ്യമായിട്ട് അച്ഛൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്നോട് അങ്ങനെയാണ് വിളിക്കാൻ പറഞ്ഞത്, എനിക്കും അതാണ് ഇഷ്ടം എന്ന് പറയുകയാണ്. ശരി ശരി എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് അങ്കിളൊരു ബോംബ് പൊട്ടിച്ചല്ലോ, നീ അങ്കിളുടെ സ്വന്തം മകളാണെന്ന്, അത് സത്യമാണോ? എനിക്കറിയില്ല മനുവേട്ടാ എന്ന് പറയാണ് കേട്ടോ. അതെന്താ നിനക്കറിയാത്തത്? നിൻ്റെ അമ്മ ആരാണ്? എങ്ങനെയാണ് നീ ഈ ബാലേന്ദ്രൻ അങ്കിളുടെ മകളായത്? എങ്ങനെ അങ്കിൾ തിരിച്ചറിഞ്ഞത്? അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയാണ്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, എനിക്ക് ഒന്നും വേണ്ട മനുവേട്ടാന്ന് പറയാം കേട്ടോ. എന്തിനാണ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്? വേലക്കാരിയായിട്ട് വന്ന നിനക്കിപ്പോൾ വലിയ പ്രിവിലേജൊക്കെ അല്ലേ കിട്ടിയിരിക്കുന്നത്, അങ്കിളുടെ മകൾ എന്നുള്ള സ്ഥാനം കിട്ടിയില്ലേ? എന്തായാലും ഞാൻ അങ്കിളിനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്കിളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അങ്കിൾ എന്തിനാ ഈ വാതിലിങ്ങനെ ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ മനു. അപ്പോൾ അങ്കിളൊരു അറ്റാക്ക് വന്ന ആളല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാനെങ്കിൽ ആൾ വേണ്ടേന്ന് പറയും കേട്ടോ. അപ്പോൾ പറഞ്ഞു, അകത്തുനിന്നുള്ള അറ്റാക്ക് കുഴപ്പമില്ല, പുറത്തുനിന്നുള്ള അറ്റാക്ക്, ഓഹോ അങ്ങനെ എന്ന് പറയാം കേട്ടോ മനു. എന്നിട്ട് മനു ബാലേന്ദ്രൻ ഇങ്ങനെ വന്നിരുന്നിട്ട്, നീ ഇരിക്കടാ എന്ന് പറയാം കേട്ടോ. അങ്കിളെ, ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അങ്ങനെയൊക്കെ ഉണ്ടായി, കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞല്ലോ. ഇന്ന് അങ്കിളൊരു ബോംബ് പൊട്ടിച്ചെന്ന്. എന്ത് ബോംബ്? അങ്കിളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണല്ലോ, ഓരോരോ ബോംബുകൾ പൊട്ടിക്കുന്നുണ്ടല്ലോ.
ആദ്യം അങ്കിൾ പറഞ്ഞു അനില അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന്. അത് ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വിട്ടു. പിന്നെ അങ്കിൾ പറഞ്ഞു അലീന ദത്തുപുത്രിയാണെന്ന്. അതും ഓക്കെ. ഇപ്പം അങ്കിൾ പറയുന്നു അലീന സ്വന്തം മകളാണെന്ന്. അങ്കിൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞത് എന്താടാ, സത്യമല്ലേ? നിന്റെ വീട്ടുകാരും മുഴുവൻ വിശ്വസിച്ചല്ലോ, നീ എന്താ വിശ്വസിക്കാത്ത? ഞാൻ വിശ്വസിക്കൂല. അതെന്താ നീ വിശ്വസിച്ചാൽ? നീയും വിശ്വസിച്ചാടാ. നിന്റെ വീട്ടുകാരുണ്ടല്ലോ, ഉണ്ണാക്കന്മാരായിട്ടുള്ള നിന്റെ കുടുംബക്കാർ എന്ന് പറയും കേട്ടോ. അവർ മുഴുവൻ വിശ്വസിച്ചു. അങ്കിളെ, കുടുംബക്കാരെ പറ്റി പറയില്ലേ? എന്താടാ കുടുംബക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ പ്രശ്നം? ആരെങ്കിലും ഒരാളുണ്ടോ നല്ലത്? ആരെങ്കിലും ഒരാൾ നന്ദി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? ആർക്കെങ്കിലും ഒരു ദയ ഉണ്ടടാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ നീ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്ന് വെട്ടുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിൻ്റെ മുത്തച്ഛനുണ്ടല്ലോ, കുഞ്ഞിരാമ മേനോൻ, അങ്ങേർക്ക് ഇത്തിരി സഹതാപവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയതേ മരിക്കാറായി കിടന്നപ്പോഴാണ്. അങ്കിൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അങ്കിളെ, എന്തിനിപ്പോൾ അതൊക്കെ പറയുന്നത്? എന്തായാലും ഇന്ന് അങ്കിൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സത്യമല്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ അങ്കിളെ? ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി, ഒരു ഗർഭം, ഒരു പ്രസവം, ഒരു കുഞ്ഞ്, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കഥകൾ പറയും അങ്കിളെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എടാ നീ എന്താണ് വിശ്വസിച്ചാൽ? നീ വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അങ്കിൾ എന്തൊക്കെ പറയുന്ന ഒരു കുടുംബമാണ് നശിക്കുന്നത്. അങ്കിളെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. അവരൊക്കെ അങ്കിളിനെ എങ്ങനെയാണ് കാണുക? ആയ കാലത്ത് തോന്നിയ പോലെ നടന്ന ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി അങ്ങനെ നടക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മനം നിർത്തുന്നു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യമൊക്കെ വരാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അങ്കിൾ അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. അങ്കിൾ എൻ്റെ റോൾ മോഡലായിരുന്നു, അറിയോ അങ്കിളിന് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ വിഷമമാവാണ് കേട്ടോ. മനു ഭയങ്കര സങ്കടത്തിലാണ് പറയുന്നത്. ഇതെനിക്ക് പറ്റൂല അങ്കിളെ, എനിക്കിത് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതേടാ നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കള്ളത്തരങ്ങളാണ്. സത്യം വിളിച്ച് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ കള്ളത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത്. ഈ അങ്കിളെ, സത്യം എന്ത് തന്നെയായാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭേദം തന്നെയാണ്. ആണോ? ഉറപ്പാണോ നിനക്ക്? അതെ, അതങ്ങനെ തന്നെയാണ് എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നോട് ഞാനൊരു കാര്യം പറയാം. നിനക്ക് ഓർമ്മയുണ്ടോ 2 ദിവസം എന്നെ ഇവിടുന്ന് കാണാണ്ടായത്? ആ അറിയാം. അങ്കിള് കോയമ്പത്തൂർ പോയി 2 ദിവസം അലഞ്ഞ് നടന്ന് കുടിച്ച് ബോധമില്ലാണ്ട് വന്ന് ഹാർട്ട് അറ്റാക്ക് വന്നതല്ലേ? അതെ. അന്ന് ഞാൻ പോയത് കോയമ്പത്തൂർക്കല്ല, ഗംഗാധര മേനോൻ്റെ അടുത്തേക്കാണ്, നീലഗിരിക്ക്. നിൻ്റെ വലിയച്ഛൻ്റെ അടുത്തേക്ക്. വലിയച്ഛൻ്റെ അടുത്തേക്കോ? ആ. എന്തിന്? നിൻ്റെ വലിയച്ഛനുണ്ടല്ലോ ഗംഗാധര മേനോൻ, അയാളോട് എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു. അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നത്? ആടാ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഗംഗാധര മേനോനെ കാണാനാണ് ഞാൻ അങ്ങോട്ട് അന്ന് പോയത്. അവിടെയായിരുന്നു ഞാൻ ആ 2 ദിവസവും. എനിക്ക് നിൻ്റെ വലിയച്ഛനോടൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്ത് ചോദ്യം എന്ന് മനു ചോദിക്കുകയാണേ. അന്നേരം ബാലേന്ദ്രൻ പറയുകയാണേ, ഒരേ ഒരു ചോദ്യം മാത്രമേ എനിക്ക് അയാളോട് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ പെങ്ങള് വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യം എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ടോടുകൂടി മനു ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മനു ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. നാളത്തെ പ്രമോല് കാണിച്ചിരിക്കുന്നത് അന്ന് വൈജയന്തി പ്രസവിച്ച ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ നിൻ്റെ മുത്തച്ഛനും രാവണി മേനോനും കൂടിയിട്ട് കഴക്കൂട്ടത്തുള്ള ബ്രിജിത്താമ്മയുടെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അന്ന് അവിടെ ഏൽപ്പിച്ച ആ ചോരക്കുഞ്ഞാണ് ഇന്ന് വളർന്നു വലുതായി നിൽക്കുന്ന നമ്മുടെ വീട്ടിലുള്ള അലീന എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ മനു വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ആകെ ടെൻഷൻ അടിച്ച് വിഷമിക്കുകയാണ് കേട്ടോ. അങ്കിൾ ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. അതെ, ഞാൻ സത്യം തന്നെയാണ് പറയുന്നതെന്ന് മനുവിനോട് പറയുമ്പോൾ മനു ആണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അലീനയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നീ ആൻറ്റിയുടെ മകളാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്നോടല്ലേ പറയേണ്ടത്? ഞാനല്ലേ നിന്നോട് കൊണ്ടുവന്നത്? ഞാനല്ലേ അലീനെ അത് ആദ്യം അറിയേണ്ടതെന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ. സോറി മനു ഏട്ടാ, സോറി എന്ന് പറയുമ്പോൾ അലീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ചേർത്ത് പിടിച്ചിട്ട് 2 പേരും കൂടിയിട്ട് പൊട്ടിക്കറിയാണ്. ഇതേ സമയം ശിവൻ വൈജയന്തിനെ കൊല്ലപ്പള്ളിയിലേക്ക് വിളിച്ചു ചേർത്താണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ബാലേന്ദ്രൻ്റെ വിവാഹത്തിന് മുമ്പ് വേറൊരു സ്ത്രീയിലുണ്ടായിരുന്ന കുട്ടിയാണ് അലീന എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. അത്രയും പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.